അമ്മ അമ്മായിയമ്മയുടെ അടുത്ത സെഗ്മെന്റ് ഷോക്കിംഗ് ട്രൂത്തിനുള്ളതാണ്. മറച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സത്യങ്ങളുമായി, അപ്രിയ സത്യങ്ങളുമായി നമുക്ക് മുമ്പിലെത്തുന്നു രത്നമ്മ ഗോപിനാഥ് ഫ്രം അഹമ്മദാബാദ്. രത്നമ്മ അമ്മയുടെ പ്രിയപ്പെട്ട മലയാളി അല്ലാത്ത മരുമകൾ അഗതയെക്കുറിച്ച് എന്തൊക്കെയാണ് എഴുതി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും മല്ലിക മാമിനോട് ചോദിക്കാം. രത്നമ്മ മാഡം, ഈ കത്ത് എന്റെ കയ്യിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഞാനിത് വായിക്കാമല്ലോ അല്ലേ? അഗത, വായിക്കാം. ഐ എം ഗോയിങ് ടു ഓപ്പൺ ഇറ്റ് അപ്പ് ആൻഡ് ദെൻ ഐ എം ഗോയിങ് ടു റീഡ് ദിസ് ലെറ്റർ. ഇസ് ദാറ്റ് ഓക്കെ ഫോർ യു? You read it. I'll try to catch whatever I can. No. That she will tell you or we will tell you. No problem. Okay, yeah, okay. That's fine. Yeah, fine. Go on. Thank you. Respected madam, എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 മാസമായി. അന്നു മുതൽ ഞാൻ അവളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് മാഡത്തിനോട് പറയുന്നു. പല പ്രാവശ്യം വീട്ടിൽ പിണങ്ങേണ്ടതായി വന്നിട്ടുണ്ട്. അതിനെല്ലാം ഒരു കാരണമേ എനിക്ക് തോന്നുന്നുള്ളൂ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. അവൾക്ക് മലയാളം അറിയില്ല. അപ്പോൾ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കേണ്ടി വരുന്നു. ഞാൻ ഒരു പ്യുവർ സൗത്ത് ഇന്ത്യൻ ആണ്, കേരളൈറ്റ്. അതുകൊണ്ട് എന്റെ ഹിന്ദി അത്രയ്ക്ക് ശരിയല്ല. പലപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവൾക്കത് തെറ്റായി തോന്നാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്റെ പ്രൊനൗൺസിയേഷൻ പ്രോബ്ലം അത് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എന്തെങ്കിലും തെറ്റുകൾ അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവള് മോനോട് തന്നെ ചോദിച്ച് ക്ലിയർ ആക്കുകയും വേണം. എന്റെ സ്നേഹമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതാരോ പറഞ്ഞതുപോലെ അമ്മ, ഒരു മൂച്ചിന് ഞങ്ങളുമൊക്കെ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ അങ്ങ് പറയും. ഇതിനകത്ത് ഗ്രാമറൊന്നും ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല. പിന്നെ എവിടെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? അതുകൊണ്ട് അമ്മ ഗ്രാമറിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. അമ്മയ്ക്ക് അറിയാവുന്ന ഹിന്ദി ധൈര്യപൂർവ്വം പറയുക. അത് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ, അത് മോളുടെ കടമയാണല്ലേ. അമ്മയുടെ മകൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അല്ലല്ല, അമ്മയുടെ മകന്റെ ലവ് മാരേജ് ആയിരുന്നു ഒന്ന്. ആയിരുന്നു. ആ, അപ്പൊ പിന്നെ മോൾ ആദ്യം മലയാളം പഠിക്കണം. അമ്മ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ പറയുക, അത് തന്നെ വലിയ കാര്യമല്ലേ. എന്തായാലും വലിയ പരാതിയൊന്നുമില്ല അമ്മയ്ക്ക് ഭാഷ അറിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് മോളോട് ശരിയായിട്ട് സംവേദിക്കാൻ കഴിയുന്നില്ല ഉള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് മോളെപ്പറ്റി ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഈ ഭാഷയിലുള്ള പ്രശ്നം കാരണം മോള് തെറ്റിദ്ധരിക്കുന്നുണ്ടോ, അത് കാരണം മകനോട് പറയുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അമ്മ ഉദ്ദേശിക്കുന്നതല്ല മകൻ അറിയുന്നത് എന്ന ഒരു സംശയം അമ്മയ്ക്കുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ടായിച്ചാ ഞാൻ ഏസ് എന്ന് പറയുമ്പോൾ ചിലപ്പോ അവള് മനസ്സിലാക്കുന്ന നോ എന്നായിരിക്കും. അവിടെ ആ മീനിങ് മാറിപ്പോയി. അതെ. അതാണ് പ്രശ്നം. അത്രയുള്ള പ്രശ്നം. അഗത, Yes, ma'am. did you understand? No, actually she has written the only problem between you and your mother-in-law is the communication problem. She has to talk to you in Hindi because Hindi is not a familiar language as far as your mother-in-law is concerned. So that is why she is telling I have to talk to her so many things, but I cannot converse in Hindi either in English. So whatever I say, I mean everything, she wants everything to be positive, but at times you take some things negative. So she is telling me, please tell her that is because of my communication problem, and you should make it a point that when you talk with your husband, you should tell him, see, this is what Amma told me. What is the right sense behind it? If you talk anything else, her son will also get some bad ways. That is the problem. The only problem, she says that you are a very nice daughter-in-law. The only problem is the communication problem. So what do you say? Yeah, could be sometimes I misunderstand. Yeah. But after I understand everything, I clear every misunderstanding. Talk to me in Hindi also. No problem. We all understand Hindi. मैं भी काफी कुछ बोलना चाहती हूँ. मैं भी बहुत ट्राई करती हूँ. वो तो ठीक है, वो तो okay. So इसी कारण से आपको भी उससे कोई बात you are not able to. Yeah, she is correct in that. Okay. She is correct in that. It's very little thing very which you can easily sort it out. ഒരു കാര്യം എനിക്ക് രത്നമാഡത്തിനോട് പറയാനുള്ളത്, അമ്മയുടെ മോന് ഇതിലൊരു കാര്യമായ പങ്കുണ്ട്. ഇനി അഥവാ അമ്മ പറഞ്ഞൊരു നല്ല കാര്യം
ഭാഷയുടെ പ്രശ്നം കൊണ്ട് മരുമകൾ മകനോട് പറയുമ്പം അതൊരു വേറൊരു രീതിയിൽ പോയാൽ അമ്മ മകനോട് പറയണം, മോനെ എന്തെങ്കിലുമൊക്കെ അവള് പറയുമ്പോൾ അതിന് ചെറുതായിട്ട് എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റാണെന്ന് നിനക്ക് തോന്നിയാൽ എന്നോട് നീ എന്റെ മകനെന്നുള്ള നിലയിലൊന്ന് ചോദിക്കണം. പാവം ഞാൻ പറഞ്ഞത് അവൾക്ക് മുഴുവൻ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം എന്ന് അമ്മ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഞാൻ പറയാം മാഡം. ഒരു മിനിറ്റ് ചേച്ചിയുടെ കൂടെ കേട്ടോ. ഇതൊക്കെ ഒരു വീട്ടിൽ നടക്കുന്ന വളരെ ചെറിയ കാര്യങ്ങളാണ് അല്ലേ? ഇത് അമ്മ വളരെ വലിയ കാര്യമാക്കേണ്ട ഒരു കാര്യമില്ല. ഭാഷ അറിഞ്ഞുകൂടെങ്കിലും കൈകൊണ്ട് ആക്ഷൻ കാണിച്ചാ പോരെ? പക്ഷേ നമ്മുടെ ലോങ് ലൈഫ് അതെ, അമ്മ പറയാമല്ലോ, അവളുടെ അടുത്ത് പറയാമല്ലോ, ഞാൻ പറഞ്ഞ മോനെ ഇതാണ്, അതുകൊണ്ട് നീ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്ന് മോൻ വരുമ്പോ മോന്റെ അടുത്ത് പറയാമല്ലോ. അവൻ പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ, പറയും അല്ലേ? അത് വളരെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് ഇതാണ് പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇതാണ് പറഞ്ഞത്, മോൻ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഞാൻ പറഞ്ഞത് ഇന്ന കാര്യമാണ്, അതവള് തെറ്റായിട്ട് വിചാരിച്ചിരിക്കും, മോനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അത് ശരി. പക്ഷെ മോൻ രാവിലെ ഓഫീസിൽ പോവും, അപ്പോഴായിരിക്കും ഞാൻ മോളോട് എന്തെങ്കിലും സംസാരിക്കുന്നത്. അത് തന്നെയാണ് ആ മീനിങ് ഒരു ഓപ്പോസിറ്റ് സൈഡിൽ എടുത്തിട്ട് വയ്യുന്നവരെ അതോ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കും, എന്തുമായിരിക്കും മമ്മി പറഞ്ഞത്. ഒന്ന് മലയാളം സംസാരിച്ചാലോ നമുക്ക്? എന്നിട്ട് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം എന്താണ് ഇതിന് ഒരു സൊല്യൂഷൻ. അമ്മ എന്തെങ്കിലും മലയാളത്തിൽ ചോദിക്കുക അഗതയോട്. മോളെ വെള്ളം വേണോ? വെള്ളം വേണോ? ഇല്ല. വേണ്ട വേണ്ട. മോക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ല. വെരി ഗുഡ്. ടെൽ യുവർ മദറില്ല, അമ്മയോട് എനിക്ക് പിണക്കമൊന്നുമില്ല. പറയൂ, അമ്മയോട് എനിക്ക് പിണക്കം ഒന്നുമില്ല. നന്ദി, വളരെ നന്ദി. നമുക്ക് എന്തായാലും ഡോക്ടറിനോട് ചോദിക്കാം. Agada, who took initiative for this reality show? Who took Initiative for this reality show? both of us the mutual understanding and mutual initiative. It's good. So the problem is communication. So I think that there is no need of words much in a communication, a proper Absolutely communication. right. Yeah. All tonality matters 37%. Words only matters 7% actually. So tonality is 38% or 37%, and body language is more important. ശരിക്കും അമ്മ, നമുക്ക് ഭാഷയൊക്കെ വന്നിട്ട് തന്നെ വളരെ കുറച്ച് നാളുകളല്ല, കുറച്ച് യുഗങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് എന്തായിരുന്നു? കാട്ടുജാതി ആയിരുന്ന സമയത്ത് വല്ല ഭാഷയും നമുക്ക് ഉണ്ടായിരുന്നോ? നമ്മൾക്ക് സ്നേഹിക്കാൻ തോന്നുമ്പോ നമ്മളങ്ങ് സ്നേഹിക്കും. സ്നേഹത്തിന് ഒരു ഭാഷയും വേണ്ട. അമ്മ, ഇവരുടെ ഒരു കല്യാണമൊക്കെ എങ്ങനെയാണ് നടന്നത്? അമ്മയ്ക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് അമ്മയുടെ വാക്കുകളിൽ നിന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. പിന്നെ മകനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് അമ്മ അതിന് സമ്മതിച്ചതെന്ന് പറയാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്കൊന്ന് പറയാമോ? സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് നടന്നാൽ നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് കഴിയുമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ രണ്ടാളും പിന്നോക്കം ഇല്ല, മാറുന്ന ലക്ഷണമില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മാറുന്നില്ലെങ്കിൽ ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ അങ്ങനത്തെ അറേഞ്ച് മാരേജാണ് ചെയ്തത്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ അവരുടെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ടെല്ലാം പിന്നെ അവരും സമ്മതിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമ്മതമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചു. അല്ലാതെ വേറെ ഒരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. സ്നേഹത്തിന്റെ ഈ നദി ഭാഷയില്ലാതെ ദേശാന്തരങ്ങളില്ലാതെ പ്രവഹിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ അമ്മ, സീറ്റിലേക്ക് പോവാം. അഗത.